വിവിധ വീക്ഷണങ്ങളെ ബൗദ്ധികമായി വിശകലനം ചെയ്യുന്ന ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദി ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത്, നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിനും സ്വർഗത്തിൽ ഓരോ ഇഷ്ടിക വയ്ക്കപ്പെടുന്നുണ്ട് എന്നല്ലേ? അതെ, വളരെ സാധാരണയായി കേൾക്കുന്നൊരു കാര്യമാണത്. എന്നാൽ ആ ഇഷ്ടിക സ്വർഗത്തിലല്ല, മറിച്ച് ഈ നിമിഷം നിങ്ങളുടെ സ്വന്തം മനസ്സിലാണ് പടുത്തുയർത്തപ്പെടുന്നതെങ്കിലോ? ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെ നാം എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലെ വളരെ സങ്കീർണവും എന്നാൽ മനോഹരവുമായ ഒരു വിഷയമാണിത്. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അഥവാ റിവാർഡ്സ് എന്ന സങ്കല്പം. ശരിയാണ്. ഇതിൽ അടിസ്ഥാനപരമായി രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണുള്ളത്. ഈ പ്രതിഫലം എന്നത് മരണാനന്തര ജീവിതത്തിലേക്ക് നാം ശേഖരിച്ചു വയ്ക്കുന്ന കേവലം പോയിന്റുകളാണോ, അതോ ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും ദൈവം വരുത്തുന്ന ഗുണപരമായ മാറ്റങ്ങളാണോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. തീർച്ചയായും ഇതിൽ ആദ്യത്തെ വീക്ഷണത്തെയാണ് ഞാനിന്ന് പ്രതിനിധീകരിക്കുന്നത്. അതായത്, പ്രതിഫലങ്ങളെ പരലോക ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കൃത്യമായ പോയിന്റുകളുടെ ശേഖരണമായി കാണുന്ന കാഴ്ചപ്പാട്. ഒപ്പം രണ്ടാമത്തെ വീക്ഷണമായ ഈ പ്രതിഫലങ്ങളെ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ ദൈവം നൽകുന്ന ആഴത്തിലുള്ള വ്യക്തിത്വ വികാസവും ഉന്നത സ്വഭാവ ഗുണങ്ങളുമായി കാണുന്ന നിലപാടിനെ ഞാൻ പ്രതിനിധീകരിക്കുന്നു. ഇതിൽ താങ്കളുടെ നിലപാട് ആദ്യം കേൾക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. തീർച്ചയായും. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും പാരമ്പര്യവും പരിശോധിച്ചാൽ പ്രതിഫലങ്ങൾ അഥവാ ഹസനാത്ത് എന്നത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കു ലഭിക്കുന്ന കൃത്യമായ പോയിന്റുകളാണ് എന്ന വാദം വളരെ ശക്തമാണ്. ഇതിനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാദൃശ്യം ഉപയോഗിച്ച് വ്യക്തമാക്കാൻ കഴിയും. പറയൂ. ഇതൊരു ആത്മീയ സമ്പാദ്യ അക്കൗണ്ട് അഥവാ ഒരു സ്പിരിച്വൽ സേവിങ്സ് അക്കൗണ്ട് പോലെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും ഈ അക്കൗണ്ടിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുപോലെ തന്നെ. എത്രത്തോളം പോയിന്റുകൾ നാം സമ്പാദിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പരലോക ജീവിതം മികച്ചതാകും. ഇതൊരു ലളിതമായ രൂപകമല്ല, മറിച്ച് ദൈവിക നീതിയുടെ അടിസ്ഥാന ശിലയാണ്. മനുഷ്യർക്ക് നീതി എന്നത് മനസ്സിലാകണമെങ്കിൽ അത് കൃത്യവും അളക്കാവുന്നതുമായ ഒരു സംവിധാനമായിരിക്കണം ആണ് ഈ പോയിന്റ് സിസ്റ്റം നൽകുന്നത്. ഭാവിയിലെ അനന്തമായ ജീവിതത്തിൽ അതിന് കൃത്യമായ പ്രതിഫലം ഉറപ്പാക്കുന്നത് ഈ കൃത്യതയിലൂടെയാണ്. ഇതിലൂടെ ദൈവം തന്റെ കേവലമായ നീതി അഥവാ ആബ്സല്യൂട്ട് ജസ്റ്റിസ് നടപ്പിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിതിനെ തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ് നോക്കിക്കാണുന്നത്. പ്രതിഫലങ്ങൾ എന്നത് പൂർണ്ണമായും ഈ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നും മറുവാദം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന ആഴത്തിലുള്ള മാറ്റങ്ങളാണ് യഥാർത്ഥ പ്രതിഫലം. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ ഇതിനെ തസ്കിയത്തുൽ നഫ്സ് അഥവാ ആത്മാവിന്റെ ശുദ്ധീകരണം എന്ന് വിളിക്കാറുണ്ട്. ആത്മാവിന്റെ ശുദ്ധീകരണം. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയി ഭാരമുയർത്തുമ്പോൾ ഭാവിയിൽ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ആരോഗ്യ പോയിന്റുകൾ ശേഖരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ നിമിഷത്തിൽ തന്നെ ആ പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങളുടെ പേശികൾക്ക് കരുത്ത് ലഭിക്കുകയാണ്. ശരിയാണ്. അതുപോലെയാണ് സൽക്കർമ്മങ്ങളും. നിങ്ങൾ ഒരാളോട് ദയ കാണിക്കുമ്പോൾ ദയ എന്ന സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതിലൂടെ നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗവാസികളെപ്പോലെ ആയിത്തീരുന്നു എന്നതാണ് ഈ രണ്ടാമത്തെ വീക്ഷണത്തിന്റെ കാതൽ. അത് കേവലം അളക്കാൻ കഴിയുന്ന ഒന്നല്ല, നമ്മുടെ അസ്തിത്വത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വ്യായാമത്തിന്റെ ഉദാഹരണം കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണെങ്കിലും അതിലൊരു വലിയ പ്രശ്നമുണ്ട്. എന്നാണത്? അത് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും ദൈവിക നീതിയുടെ വിശാലമായ ലക്ഷ്യങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയേണ്ടി വരും. നമ്മളെ പ്രതിഫലങ്ങളുടെ പ്രായോഗിക സമയവും അതിന്റെ ലക്ഷ്യവും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യ മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത് തന്നെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിലാണല്ലേ? ഒരു പരിധിവരെ അതെ. പ്രത്യേകിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും അതിന് വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരാൾ സത്യം പറയുന്നതിന്റെ പേരിൽ തന്റെ ജീവിതം മുഴുവൻ ദുരിതത്തിലായേക്കാം. അവിടെ നിങ്ങളുടെ ഈ വ്യക്തിത്വ വികാസം എന്ന വാദം ആ വ്യക്തിക്ക് എത്രത്തോളം ആശ്വാസം നൽകും? നമ്മളിന്ന് കഷ്ടപ്പെടുന്നത് നാളത്തെ അനന്തവും സുന്ദരവുമായ ഒരു ജീവിതത്തിനു വേണ്ടിയാണെന്ന ഉറപ്പാണ്.
പരലോക വിശ്വാസത്തിന്റെ കാതൽ. അതുകൊണ്ടാണ് ദൈവശാസ്ത്രം ഈ പോയിന്റുകൾ കൂട്ടിവെച്ച് പരലോകം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നത്. ഈ ഒരു ഘടകത്തെ, അതായത് ഭാവിയിലെ പ്രതിഫലം എന്ന അളക്കാവുന്ന ലക്ഷ്യത്തെ ഒഴിവാക്കിയാൽ മനുഷ്യർ കടുത്ത പ്രതിസന്ധികളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലെ അടിസ്ഥാനപരമായ ലക്ഷ്യബോധം തന്നെ നഷ്ടപ്പെടില്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്കിലും എനിക്കത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം ഞാൻ വ്യക്തമാക്കാം. നിങ്ങളുടെ ആ വാദത്തിൽ മനുഷ്യർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഭാവിയിലെ ഏതോ ഒരു നേട്ടത്തിനു വേണ്ടി മാത്രമാണ് എന്നൊരു സങ്കുചിത ചിന്തയുണ്ട്. അത് മതത്തെയും ആത്മീയതയെയും വെറുമൊരു കച്ചവടമാക്കി മാറ്റുകയാണ്. കച്ചവടമാക്കുന്നു എന്നോ? അതെ. ഞാൻ നിങ്ങൾക്ക് 10 രൂപ തരാം, പകരം നാളെ എനിക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം കരണം എന്ന രീതിയിലുള്ള ഒരു വിനിമയമായി അത് ചുരുങ്ങുന്നു. എന്നാൽ രണ്ടാമത്തെ വീക്ഷണം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ മാറ്റങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്നുവെന്ന്. പ്രതിഫലത്തിനായി മരണശേഷം കാത്തിരിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ദുരിതമനുഭവിക്കുന്ന വ്യക്തിയുടെ കാര്യമോ? നിങ്ങൾ ചോദിച്ചു, കടുത്ത ദുരിതമനുഭവിക്കുന്ന ഒരാൾക്ക് ഈ വ്യക്തിത്വ വികാസം എങ്ങനെ ആശ്വാസമാകുമെന്ന്. അവിടെയാണ് യഥാർത്ഥ ആത്മീയതയുടെ ശക്തിയിരിക്കുന്നത്. ദുരിതങ്ങൾക്കിടയിലും ഒരാൾ ക്ഷമ കൈക്കൊള്ളുമ്പോൾ ആ ക്ഷമ അയാളുടെ മനസ്സിന് നൽകുന്ന അവിശ്വസനീയമായൊരു ശാന്തിയോ സമാധാനമോ ഉണ്ട്. അതാണ് ദൈവം നൽകുന്ന ഉടനടിയുള്ള പ്രതിഫലം. ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾക്കപ്പുറം വർത്തമാനകാലത്തെ വെറുമൊരു വെയിറ്റിംഗ് റൂമാക്കി മാറ്റാതെ ഈ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ ഈ വീക്ഷണം സഹായിക്കുന്നു. അതൊരു കൗതുകകരമായ വാദമാണ്. എന്നാൽ ആ വാദഗതിയോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അതിൽ വളരെ വലിയൊരു പ്രായോഗിക വീഴ്ചയുണ്ട്. നിങ്ങൾ പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം ആ നിമിഷത്തിൽ ലഭിക്കുന്ന മാനസിക സമാധാനമാണെന്നാണ്. അതെ. എന്നാൽ അളക്കാവുന്ന പോയിന്റുകൾക്കും അളക്കാനാവാത്ത ഈ ഗുണങ്ങൾക്കുമിടയിലുള്ള സംഘർഷം നാം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പോയിന്റുകളില്ലെങ്കിൽ പരലോകത്തെ ഉന്നതാവസ്ഥയെ നാം എങ്ങനെ നിർവചിക്കും? ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ കർമ്മങ്ങളുടെ തുലാസ് അഥവാ മീസാൻ എന്നൊരു സങ്കല്പം തന്നെയുണ്ട്. മീസാൻ, ശരിയാണ്. മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കപ്പെടുന്ന ഒരവസ്ഥയാണത്. ദൈവീക നീതി എന്നത് തികച്ചും വസ്തുനിഷ്ഠമായിരിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നു, ദിവസവും ദരിദ്രരെ സഹായിക്കുന്നു. മറ്റൊരു വ്യക്തി ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രം, ഒരുപക്ഷെ തന്റെ മരണക്കിടക്കയിൽ ഒരു സൽക്കർമ്മം ചെയ്യുന്നു. ഇവർ രണ്ടുപേർക്കും ലഭിക്കുന്ന പ്രതിഫലത്തെ എങ്ങനെ വേർതിരിച്ചറിയും? അവിടെയാണ് പോയിന്റുകളുടെ അഥവാ ഹസനാത്തിന്റെ ആവശ്യകത വരുന്നത്. ഈ അളക്കാവുന്ന പോയിന്റുകളാണ് യഥാർത്ഥത്തിൽ ദൈവിക നീതിയുടെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ അത് അളക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നതാണ് എന്റെ സംശയം. വ്യക്തിത്വത്തിലെ മാറ്റങ്ങൾ തീർച്ചയായും സംഭവിക്കുന്നുണ്ടാകാം. എന്നാൽ അത് പരലോകത്തേക്ക് നാം ശേഖരിക്കുന്ന ആ അളക്കാവുന്ന പോയിന്റുകളുടെ ഈ ഭൂമിയിലെ വെറുമൊരു പ്രതിഫലനം മാത്രമാണെന്ന് വാദിച്ചുകൂടെ? കൃത്യമായ അളവുകോലുകളില്ലാതെ അനന്തമായ ഒരു ജീവിതത്തിലെ പദവികളെ എങ്ങനെ നിർണയിക്കും? ആ പ്രതിരോധം ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു വശം കൂടി ചിന്തിച്ചു നോക്കൂ. ദൈവം നമ്മുടെ വ്യക്തിത്വത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല എന്നതിലാണ് ആത്മീയതയുടെ സൗന്ദര്യം മുഴുവനിരിക്കുന്നത്. ക്ഷമയോ ദയോ എത്ര കിലോഗ്രാം ഉണ്ടെന്നോ സ്നേഹത്തിന് എത്ര പോയിന്റ് ഉണ്ടെന്നോ നിങ്ങൾക്ക് നിർവചിക്കാനാവില്ല, അല്ലേ? ഇല്ല, അക്ഷരാർത്ഥത്തിൽ അളക്കാൻ കഴിയില്ല. നിങ്ങൾ ചോദിച്ചു, ജീവിതം മുഴുവൻ സൽക്കർമ്മം ചെയ്യുന്നയാളെയും ഒറ്റത്തവണ ചെയ്യുന്നയാളെയും എങ്ങനെ വേർതിരിക്കുമെന്ന്. തുലാസ് അഥവാ മീസാൻ എന്ന സങ്കല്പം എണ്ണത്തെയല്ല മറിച്ച് ഭാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിരന്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ആത്മാവിന് കൈവരിക്കുന്ന ഒരു ആഴമുണ്ട്, ഒരു ഭാരമുണ്ട്. അവരുടെ വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ആത്മാവിന്റെ ഭാരം, അതൊരു നല്ല പ്രയോഗമാണ്. അതെ, ഒരു വ്യക്തി തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി നൽകുമ്പോൾ അയാൾ കേവലം പോയിന്റുകൾ സമ്പാദിക്കുകയല്ല, മറിച്ച് അയാളുടെ അസ്തിത്വം തന്നെ സ്നേഹമായി മാറുകയാണ്. അതൊരു കേവല ഗണിതശാസ്ത്രമല്ല, അതൊരു പൂർണ്ണമായ രൂപാന്തരീകരണമാണ്. ഒറ്റത്തവണ സൽക്കർമ്മം ചെയ്ത വ്യക്തിക്കും തീർച്ചയായും മാറ്റമുണ്ടാകാം. പക്ഷേ ജീവിതം മുഴുവൻ അങ്ങനെ ജീവിച്ച വ്യക്തിയുടെ ആത്മാവിന്റെ ആഴം വളരെ വ്യത്യസ്തമായിരിക്കും. ഈ മാറ്റം അളക്കാൻ കഴിയില്ല എന്ന് കരുതി അത് നിലനിൽക്കുന്നില്ല എന്ന് പറയാനാവില്ല. കഴിയുന്നുണ്ട്. ശരിയാണ്.
ആത്മാവിന്റെ ഭാരമെന്ന സങ്കല്പം വളരെ ആകർഷകമാണ്. എന്നാൽ പോയിന്റുകൾ കൂടുതലുണ്ടെങ്കിൽ പരലോകം കൂടുതൽ മികച്ചതാകും എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി പരിമിതികളുള്ളൊരു ജീവിയാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും പിന്നിൽ എപ്പോഴും 100% ശുദ്ധമായ ലക്ഷ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ശരിയാ. ചിലപ്പോൾ നാം ഒരു നന്മ ചെയ്യുന്നത് അത് നമ്മുടെ കടമയാണെന്ന് കരുതിയാകാം, അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചോർത്താകാം. അവിടെ പൂർണ്ണമായ മാനസിക പരിവർത്തനം സംഭവിച്ചില്ലെങ്കിലും ആ കർമ്മം ചെയ്തതിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുമെന്നത് ഒരു വലിയ ആശ്വാസമാണ്. നിങ്ങൾ പറയുന്ന ആ സ്വർഗവാസികളുടെ സ്വഭാവം പൂർണ്ണമായും നേടിയെടുക്കാൻ സാധാരണക്കാരായ എത്ര മനുഷ്യർക്ക് കഴിയും? ഒരുപാട് പേർക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പോയിന്റ് സിസ്റ്റം എല്ലാവർക്കും പ്രാപ്യമാണ്. ഒരു പുഞ്ചിരിക്ക് പോലും ഒരു പോയിന്റ് ലഭിക്കുമെന്നത് സാധാരണക്കാരന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിങ്ങളുടെ ഈ വലിയ മാറ്റങ്ങളെന്ന ആശയത്തിൽ സാധാരണക്കാരന്റെ ചെറിയ കർമ്മങ്ങൾക്ക് മൂല്യം നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായുമില്ല. എന്റെ വീക്ഷണം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. രണ്ടാമത്തെ വീക്ഷണം നൽകുന്ന ആഴത്തിലുള്ള അർത്ഥം നാം പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നത് നാം സ്വർഗവാസികളെപ്പോലെ ആയിത്തീരുന്നു എന്നാണ്. ഇത് കേവലം ആത്മീയമായ ഉന്നതങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ള ഒന്നല്ല. അപ്പോൾ സാധാരണക്കാർക്കും ഇത് സാധ്യമാണെന്നാണോ? അതെ, സാധാരണക്കാരന്റെ ഒരു ചെറിയ പുഞ്ചിരി പോലും ഇതിന്റെ ഭാഗമാണ്. നിങ്ങളൊരു വ്യക്തിയെ നോക്കി ആത്മാർത്ഥമായി പുഞ്ചിരിക്കുമ്പോൾ ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം അല്പം കുറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം അല്പം വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് ആ മാറ്റം. സ്വർഗമെന്നത് പോയിന്റുകൾ കൊടുത്തു വാങ്ങാൻ കഴിയുന്നൊരു സ്ഥലമല്ല, മറിച്ച് അതൊരവസ്ഥയാണ്. സ്വർഗവാസികളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? അവരുടെ ഉള്ളിൽ പകയോ വിദ്വേഷമോ അസൂയയോ ഉണ്ടാകില്ല എന്നതാണ്. ദയ, ക്ഷമ തുടങ്ങിയ ഉന്നതമായ സ്വഭാവഗുണങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം നേടിയെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ ഒരു ഭാഗം ഈ ഭൂമിയിൽ അനുഭവിക്കുകയാണ്. പോയിന്റുകൾ ശേഖരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം നേടുന്നതിനേക്കാൾ എത്രയോ വലിയൊരു ആത്മീയ നേട്ടമാണിത്. വ്യക്തിത്വം മാറുന്നതിലൂടെ സ്വർഗവാസികളുടെ സ്വഭാവം നേടലെന്നത് ഒരു കണക്ക് പുസ്തകത്തിലും ഒതുങ്ങാത്തത്ര വിശാലമായ ഒരു അനുഭവമാണ്. അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോയിന്റുകളേക്കാൾ വലിയൊരു വിമോചനമാണ് നൽകുന്നത്. അതൊരു ശക്തമായ മറുപടിയാണ്. നമ്മൾ ദയ കാണിക്കുമ്പോൾ നമ്മൾ തന്നെ ദയാലുക്കളായി മാറുന്നു എന്നത് അത്യന്തം അർത്ഥവത്തായൊരു ചിന്തയാണ്. ഒരുപക്ഷേ ഈ കണക്കുപുസ്തകം മനുഷ്യരെ കർമ്മനിരതരാക്കാനുള്ള ഒരു പ്രാഥമിക പടി മാത്രമായിരിക്കാം, അല്ലേ? അതെ, അങ്ങനെയും ചിന്തിക്കാം. എങ്കിലും ഈ രണ്ട് വീക്ഷണങ്ങളും പരസ്പരം പൂർണ്ണമായും റദ്ദാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പോയിന്റുകൾ അടിസ്ഥാനമാക്കിയുള്ള വീക്ഷണത്തിന് ഒരു സാങ്കേതിക പരിമിതിയുണ്ടെന്ന് ഞാൻ ബഹുമാനത്തോടെ അംഗീകരിക്കുമ്പോഴും ആ കൃത്യതയും നീതിയും അടിസ്ഥാനപരമായി ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൽക്കർമ്മങ്ങളെ വെറും കണക്കുകളായി മാത്രം കാണുന്നത് ചിലപ്പോഴൊക്കെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. ശരിയാണ്. എന്നാൽ അതേസമയം ഗുണപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നളക്കാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. അവിടെയാണ് രണ്ട് വീക്ഷണങ്ങളും സമന്വയിക്കേണ്ടത്. സൽക്കർമ്മങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നു, അഥവാ ദൈവത്തിന്റെ കോടതിയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു എന്ന ആശയവും, അതോടൊപ്പം ആ കർമ്മങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു എന്ന ആശയവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ആ ചിന്തയോടെ എനിക്ക് വിയോജിക്കാൻ കഴിയില്ല. നമ്മൾ ചർച്ച ചെയ്ത രണ്ട് കാര്യങ്ങളും, അതായത് ഭാവിയിലെ പ്രതിഫലമുറപ്പാക്കുന്ന പോയിന്റുകളും വർത്തമാനകാലത്ത് സംഭവിക്കുന്ന വ്യക്തിത്വ വികാസവും, സത്യത്തിൽ പരസ്പരം പൂരകങ്ങളായി വർത്തിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വ്യായാമത്തിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരികെ വരാം. ആ ജിമ്മിലെ ഉദാഹരണം. അതെ, ഒരാൾ വ്യായാമം ചെയ്യുന്നത് തന്റെ ശരീരത്തിന് കരുത്ത് ലഭിക്കാൻ വേണ്ടിയാകാം. അതാണ് വ്യക്തിത്വ വികാസം. എന്നാൽ അതോടൊപ്പം അയാൾ ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്ത് മെഡൽ നേടാനും ആഗ്രഹിക്കുന്നുണ്ടാകാം. അതാണ് പരലോകത്തെ പ്രതിഫലം. രണ്ടും തെറ്റല്ല. പ്രതിഫലം ലഭിക്കുന്നത് മരണാനന്തര ജീവിതത്തിലേക്കുള്ള പോയിന്റുകളായിട്ടാണെങ്കിലും അതല്ല ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഗുണപരമായ മാറ്റങ്ങളായിട്ടാണെങ്കിലും ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാന ലക്ഷ്യം മനുഷ്യനെ സ്വാർത്ഥതയിൽ നിന്ന് മോചിപ്പിച്ച് കൂടുതൽ ഉന്നതനാക്കുക എന്നതുതന്നെയാണ്. തീർച്ചയായും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാകാം ചിലരെ നയിക്കുന്നത്. അതവരുടെ കർമ്മങ്ങളെ കൂടുതൽ വ്യവസ്ഥാപിതമാക്കുന്നു. മറ്റു ചിലരെ ഈ ജീവിതത്തിൽ തന്നെയുള്ള വ്യക്തിത്വ വികാസവും ദൈവസാമീപ്യവുമാകാം സ്വാധീനിക്കുന്നത്. അത് അവരുടെ കർമ്മങ്ങളെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു.
രണ്ടായാലും സൽക്കർമ്മങ്ങൾ ആത്യന്തികമായി മനുഷ്യന്റെ അസ്തിത്വത്തെ വിശുദ്ധീകരിക്കുന്നു. വളരെ മനോഹരമായി നിങ്ങളത് ക്രോഡീകരിച്ചു. നാം നമ്മുടെ ഇന്നത്തെ ഈ ബൗദ്ധിക യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഉയർന്നുവന്ന 2 പ്രബലമായ വാദങ്ങളാണ് നാം വളരെ വിശദമായി ഇന്ന് പരിശോധിച്ചത്. അതെ, മനുഷ്യന്റെ പ്രായോഗികമായ നീതിബോധത്തെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയും മുൻനിർത്തി കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും അത് പരലോകം സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു എന്ന കാഴ്ചപ്പാട് ഒരു വശത്ത്, മറുഭാഗത്ത് വർത്തമാനകാല ജീവിതത്തിൽ തന്നെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മെ അകമ്പുറം മാറ്റിമറിക്കുന്നുവെന്നും ഉത്തമ ഗുണങ്ങളിലൂടെ നാം ഈ ഭൂമിയിൽ വെച്ചുതന്നെ സ്വർഗവാസികളെപ്പോലെ ആയിത്തീരുന്നുവെന്നുമുള്ള മറുവാദം. കൃത്യം. ഈ ചർച്ചയിൽ നമ്മൾ ഒരു വീക്ഷണം മറ്റൊന്നിനേക്കാൾ പൂർണ്ണമായും ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ആത്മീയതയുടെ തലങ്ങൾ അത്രമേൽ സങ്കീർണവും വിശാലവുമാണ്. പ്രതിഫലമെന്നത് അളക്കാവുന്ന പോയിന്റുകളാണോ, അതോ നിമിഷനേരം കൊണ്ട് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്ന ഗുണപരമായ മാറ്റങ്ങളാണോ എന്ന് സ്വയം വിലയിരുത്താൻ നാം ശ്രോതാക്കൾക്ക് അവസരം നൽകുകയാണ്. നമ്മൾ ഒരുമിച്ച് ചില ആശയങ്ങളെ അതിന്റെ ആഴങ്ങളിൽ പോയി പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഇനിയും എത്രയോ തലങ്ങളുണ്ട് ചിന്തിക്കാൻ. തീർച്ചയായും. നമ്മുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാവിനോടുമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നുവരെ ചെയ്ത നന്മകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ അനന്തമായ ഭാവി സുരക്ഷിതമാക്കുന്ന ആ സ്വർഗീയ കണക്കുപുസ്തകമാണോ നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നത്? അതോ ആ നന്മകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായ സമാധാനം, നിങ്ങളെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയ ആ രൂപാന്തരീകരണം, നിങ്ങളെ സ്വർഗവാസികളെപ്പോലെ മാറ്റുന്ന ആ ഗുണപരമായ മാറ്റങ്ങളാണോ നിങ്ങൾക്ക് കൂടുതൽ വിലപ്പെട്ടതായി തോന്നുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അതെ, ആത്യന്തികമായി ഈ 2 ചിന്തകളും നമ്മോട് പറയുന്നത് ഒരേയൊരു വലിയ സത്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മ പോലും, ഒരു പുഞ്ചിരി പോലും ഈ പ്രപഞ്ചത്തിലൊരിക്കലും പാഴായി പോകുന്നില്ല എന്നത്. ആ ഒരു ചിന്ത നൽകുന്ന പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കട്ടെ എന്നാശംസിക്കുന്നു. വിടാം.